ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിക്കുമെന്ന് സൂചന ലഭിക്കുന്നു. പുതിയ നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ് പോർട്ടൽ ഉടൻ സജ്ജമാകും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിവരങ്ങൾ. എസ് ഈ പൗരത്വ ഭേദഗതി നിയമം വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യത്ത് കാരണമായിരുന്നല്ലോ. അതിൻ്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നീട് അത്ര വലിയ രീതിയിലുള്ള ഉത്സാഹം കാണിച്ചിരുന്നില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ട എന്ന രീതിയിൽ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇതനുസരിച്ച് ഏറ്റവും ശേഷിക്കുന്ന നടപടി എന്ന രീതിയിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം അടുത്ത ദിവസം തന്നെ ഈ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കും. ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതോടെ നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം പൂർത്തിയാകും. ഒരു വെബ് പോർട്ടൽ, ഈ പൗരത്വത്തിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വെബ് പോർട്ടലും ഉടൻ നിലവിൽ വരും. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ വലിയ താമസമുണ്ടായത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ട് വലിയ നേട്ടമുണ്ടാക്കും ഈ നടപടിയും തീരുമാനവും. ഇപ്പോൾ ഈ പോർട്ടൽ വരുന്നതടക്കമുള്ള കാര്യങ്ങളും എന്ന വിലയിരുത്തൽ BJP നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.